ജനവാസ മേഖലയ്ക്കിടയിലൂടെ ഒരു പാറമട രൂപീകൃതമാകുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലായി ആരംഭിച്ച പാറമടയ്ക്ക് സമീപം നിരവധി ഭവനങ്ങളാണുള്ളത്. ഇതിനെതിരെ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കോട്ടാങ്ങൽ ഗ്രാമത്തെ ഭീതിയിലാഴ്ത്തുന്ന പാറമടയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലായി പ്രവർത്തിച്ചു വരുന്നത്. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിലായി പ്രവർത്തിക്കുന്ന ഈ പാറമടയുടെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 മാസമായി നടന്നു വരികയാണ്. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തായി ആരംഭിച്ച പാറമട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലായിട്ടാണ് രൂപീകൃതമായിരിക്കുന്നത്. ഇതര സംസ്ഥാനത്തുകാരുടെ നിയന്ത്രണത്തിലാണ് ക്രഷർ പ്രവർത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലെ കൃഷിയിടങ്ങൾ കോടികൾ മുടക്കി വാങ്ങിയ ശേഷമാണ് നാടിനെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി പാറമട പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുകൂടി പുതിയ റോഡ് യന്ത്രസാമഗ്രികളുടെ സഹായത്താൽ നിർമ്മിച്ചാണ് പാറമട സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടെന്ന് സമീപവാസിയായ പനിക്കൽ സതീഷ് കുമാർ പറഞ്ഞു. 4-ാം വാർഡും 5-ാം വാർഡും ചേരുന്ന ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടുന്ന ജംഗ്ഷനിലെ ഒരു പുതിയ പാറമട വരുന്നതായിട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നു. ഇത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പണികൾ ആരംഭിക്കുകയും മലയിടിച്ച് ഏകദേശം 90 അടി ഡിഗ്രിയിൽ ചരിവുള്ള മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഈ ഏരിയയിൽ, അത് കോട്ടാങ്ങൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നൊരു പ്രൊജക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനെതിരെ ജനരോഷം ഉന്നയിക്കുക, അല്ലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് ഇതിവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരണമെന്നാണ്. ഇതിനെതിരെ ജനരോഷം ഉയരുന്നുണ്ട്. എന്തൊക്കെ ദോഷങ്ങളാണ് ഈ മണലെടുപ്പ് കൊണ്ടും ഈ പാറയെടുപ്പ് കൊണ്ടും ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെയൊക്കെ ഒരു ജനജീവിതം ദുസ്സഹമാകുന്ന തരത്തിലെ പൊടിപടലങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ പടരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പം മഴക്കാലത്ത് 150-200 വർഷങ്ങൾ പോലും ഒരേ രീതിയിലിരിക്കുന്ന കെട്ടിടങ്ങളെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മണ്ണൊലിപ്പ്, ഭൂമി മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം ഈ സമീപത്തൊക്കെ വീടുകളുണ്ടോ? ഇവിടെ ഏകദേശം 20-25 വീടുകളുടെ ഈ സമീപത്ത് ഉണ്ട്. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ തന്നെ 5-ാം വാർഡിൽപ്പെടുന്ന കാരക്കുഴി എന്ന് പറയുന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു പാറമടയിലേക്ക് ഒരു വഴി വെട്ടാനെന്നുള്ള വ്യാജേന സ്ഥലം വാങ്ങുകയും അതിലേക്ക് റോഡിൻ്റെ പണി ആരംഭിക്കുകയും അതിനുശേഷം ഈ മലയുടെ മുകൾ ഭാഗത്തായിട്ട് കോട്ടാങ്ങൽ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകൾ ഭാഗത്തായിട്ട് ക്വാറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പുതിയതായി ആരംഭിച്ച പാറമടയുടെ താഴ്വശത്തായി നിരവധി വീടുകൾ, പഞ്ചായത്ത് ഓഫീസ്, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, പൊതുവിതരണ കേന്ദ്രങ്ങൾ, മയിലാടുംപാറ കുടിവെള്ള പദ്ധതി, മലമ്പാറ മേജർ കുടിവെള്ള പദ്ധതി തുടങ്ങി നിരവധി മേഖലകളെ തകർക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഇവിടുത്തെ പരിസ്ഥിതിയെ തകർക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളും നാട്ടുകാർക്കില്ല. പാറമട പൂർവ്വതോതിൽ പ്രവർത്തിക്കുമ്പോൾ ഭാരശേഷി താങ്ങാൻ സാധിക്കാത്ത ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കും ഇത് കാരണമാകും. മല്ലപ്പള്ളി താലൂക്കിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലമാണ് ഇവിടെ. വേനൽ തുടങ്ങിയപ്പോഴേ കിണറുകൾ വറ്റി ഇവിടെ പാറമട വരുന്നതോടെ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ കുടിവെള്ളക്ഷാമമായിരിക്കും ഉണ്ടാവുക.